അങ്ങനെ ഇന്നലെ മാറ്റി വെച്ച ഒതല മീൻ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് ഐസ് മാറാൻ വേണ്ടിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ തോല് വലിക്കേണ്ട മീനായതുകൊണ്ട് തന്നെ അധികം അങ്ങ് ഐസ് മാറാൻ വേണ്ടിട്ട് വെക്കുന്നില്ല. ഇതിന്റെ തോലില്ലേ നങ്കുമീന്റെ തോല് പോലെ കുറച്ച് മുരുമുരുത്തതാണ് കേട്ടാ. കാണാൻ അതിന്റെ കളറെല്ലാം ഏകദേശം നങ്കുമീനെ പോലെ തന്നെയാണ്. പകലെല്ലാരും പോയി കഴിഞ്ഞാല് ഞാൻ ഒറ്റക്കായോണ്ട് തന്നെ പകല് കുക്ക് ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് അത്ര മൂഡ് വരില്ല. അതുകൊണ്ട് രാത്രിക്കാണ് കേട്ടാ മിക്കവാറും ഞാൻ കറിയെല്ലാം ഉണ്ടാക്കല്. അങ്ങനെ മീനെല്ലാം മുറിച്ച് തൊലി കളഞ്ഞെടുക്കുമ്പോഴത്തേനും ആളാകെ മാറിപ്പോയല്ല. കുറച്ച് മീനെടുത്തിട്ട് ഞാൻ വരഞ്ഞ് വെക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിട്ട്. ഈ മീൻ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് പൊരിച്ചാലാണ് കേട്ടോ. കുറച്ച് കറിയും വെക്കുന്നുണ്ട്. മഞ്ചടിയിലേക്ക് അരക്കഷ്ണം ഉള്ളി, അത്യാവശ്യം വലിയൊരു തക്കാളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരവെല്ലാം തിളച്ച് ഉള്ളിയും തക്കാളിയെല്ലാം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതാ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീന് അധികം വേവില്ല. മീനും അരപ്പെല്ലാം തിളച്ച് കുറുകി നല്ല സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള മീൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ മീൻ പൊരിച്ചതും കൂടി റെഡി ആയപ്പോ ഞാൻ കുറച്ച് മീൻകറി എടുത്തിട്ട് ലേഖമ്മക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോവേന്നേ. അമ്മക്ക് ഇന്ന് പണിയുണ്ടായിനി. ഞാൻ മീൻകറിയും കൊണ്ട് വരുമ്പോഴത്തേനും അമ്മയുടെ നല്ല വഴുതനങ്ങ ഉപ്പേരിയും മുട്ട പുളിച്ചിയും മാങ്ങ ചമ്മന്തി എല്ലാം ആക്കിയിട്ടുണ്ടായിനി. രാത്രി ഇങ്ങനത്തെ കറിയെല്ലാം എല്ലാം കൂടി ആവുമ്പോ കറി കുറേ ആയല്ലേ. വറവും ചമ്മന്തി എല്ലാം എടുത്തോ.